ഹായ് ഗൈസ്, ഇറ്റ്സ് മീ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഓണമൊക്കെ അല്ലേ, അന്നേരം ഓണമായിട്ട് നമുക്കൊരു ഓണത്തിൻ്റെ വിഭവമാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബീട്രൂട്ട് പച്ചടി. വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നൊരു വിഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്തരാം. വേണ്ടത് ഏകദേശം ഒരു 300 ഗ്രാമോളം ഉള്ള ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. തോല കളഞ്ഞെടുത്താണ്. ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചെടുത്താലും മതി. ഗ്രേറ്റ് ചെയ്യുന്നതാണ് ബെറ്റർ. പിന്നെ പച്ചമുളക് ഒരു 4 വേറെ നമ്മൾ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് ഒരു 4 പച്ചമുളക്. ഇത് വേണമെങ്കിൽ കൊത്തിയരിഞ്ഞിടാം. ഞാനിപ്പോൾ കൊത്തിയരിഞ്ഞാണ് ഇടുന്നത്. കൊത്തിയരിഞ്ഞാൽ ചെറുതായിട്ട് മുറിച്ചാണ് ഇടുന്നത്, അല്ലെങ്കിൽ അരപ്പിനോട് അരച്ചെടുക്കുക ചെയ്യാം. പിന്നെ വേണ്ടത് തൈര്. ഏകദേശം 1 കപ്പോളം തൈര് മതി. അരയ്ക്കാനായിട്ട് തേങ്ങ, 1 കപ്പ് തേങ്ങ, ഏകദേശം ചെറിയൊരു മുറി തേങ്ങ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാൻ വേണ്ടിയിട്ട് കടുക് ഒരു സ്പൂൺ കടുക്, 1 ടീസ്പൂൺ കടുക്. ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കടുക് താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, കറിവേപ്പില, ഒരു ചെറിയുള്ളി, 2 ചെറിയുള്ളി, 3 പീസ് ഉണക്ക മുളക്. ഇതിനും ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഗ്രേറ്റ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞെടുത്തു, തേങ്ങയും കടുകും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ചെറിയുള്ളി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. അത് നമുക്ക് സ്റ്റവ് കത്തിക്കാം. ഒരു ചട്ടി, മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് ഗ്രേറ്റ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട്, പച്ചമുളക്, ഞാൻ പറഞ്ഞിരുന്നു ഇത് വേണമെങ്കിൽ അരപ്പിനോട് അരയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊന്ന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടെ, 1 കപ്പ് വെള്ളം മതിയാകും കേട്ടോ. അധികം വെള്ളം വേണ്ട, അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഉണ്ട് ഓൾറെഡി. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിർബന്ധമുള്ളതല്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ, അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. അടിക്കൊന്നും പിടിക്കില്ല, വെള്ളം തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം വെന്തിട്ടുണ്ട്, വെള്ളവും പറ്റി വന്നു. നമുക്കിതിലേക്ക് ഈ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങയും കടുകും കൂടെ അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഗന്ധം വരും കേട്ടോ. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. പച്ചയുടെ ടേസ്റ്റ് കടുകാണെന്നാണ് എനിക്കുള്ള അറിവ്. വേറെ എന്തിനാണെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയെടുത്തു. ഇതിനെ ഒന്ന് ഇളക്കി പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേകാൻ വിടണം. അതൊരു 1 മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ് ഒന്ന് വേകാൻ വിടുക. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളവും പറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അധികം വേണ്ട. പിന്നീട് നമുക്ക് തൈര് ഒഴിച്ചിട്ട് ബാക്കി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്തു. ഒന്ന് ചൂട് കുറഞ്ഞ് വന്നിട്ട് ഈ തിളക്കെല്ലാം നിന്നിട്ട് വേണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടല്ലോ തൈര് വരുത്തു പോകും. ഇപ്പം തിളയൊക്കെ നിന്നിട്ടുണ്ട്. ഇപ്പം തിളയൊക്കെ ഏകദേശം നിന്ന് വന്നിട്ടുണ്ട് നമ്മുടെ തൈര്. ഏകദേശം 1 കപ്പോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം ഇവനെ. ചെറിയ തീ, തിളപ്പിക്കരുത്, ഇളക്കിക്കൊണ്ടിരിക്കുക ചെറിയ തീയിൽ. ഉപ്പ് നോക്കാം കേട്ടോ, കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ച്, പിന്നെ തൈരിൻ്റെ പുളി അനുസരിച്ച്. പച്ചടിക്ക് അതിന് ടേസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ കടുക്. സാധാരണ കറിക്കകത്തെല്ലാം ജീരകമാണ്, ഇത് കടുകാണ് ചേരുന്നത്. ഇതൊന്ന് ചൂടായി വരട്ടെ.
അതിൻ്റെ ഒരു കാര്യം പറയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനം ആണ് നമ്മുടെ വിജയം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പച്ചടി ഏകദേശം ചൂടായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തീ ഓഫ് ചെയ്തു. നമുക്കിതിനകത്തിന് കടുക് താളിച്ചിടണം. നമുക്കിതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാം. അത് കളിക്കാൻ വേണ്ടി തീ കത്തിച്ചു. ഇതിലേക്ക് നമ്മുടെ ചീനിച്ചട്ടി ചൂടായി വരുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു അടി കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേ നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ജസ്റ്റ് ഒന്ന് ഇളക്കുക. അതിലേക്ക് ഇവിടെ കറിവേപ്പില പൊട്ടും കേട്ടോ, നോക്കണം. പിന്നെ എടുത്തു വെച്ച മുളക്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂപ്പിച്ചിട്ട് കരിഞ്ഞ പോലെ നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ഇറ്റ്സ് മീ കോ സൈനിങ് ഓഫ്. ബൈ ബൈ.